5 ദിവസം കൊണ്ട് ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനായും നമുക്ക് ചെയ്തു തീർക്കാം. ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. 5 ദിവസമാണ് ഹജ്ജിന് വേണ്ടത്. ദുൽഹിജ്ജ 8, 9, 10, 11, 12 ഈ 5 ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഓരോ ദിവസവും ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിർവഹിച്ചാൽ മാഷാ അല്ലാഹ് മഖ്ബൂലാകുന്ന മബ്റൂറാകുന്ന ഒരു ഹജ്ജായി നമ്മുടെ ഹജ്ജ് മാറുന്നതാണ്. ദുൽഹിജ്ജ 8-ന് ളുഹറിന് മുമ്പായി നാം മിനയിൽ എത്തേണ്ടതുണ്ട്. ഈ മിനയിൽ വെച്ചുകൊണ്ട് 5 നിസ്കാരങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, ദുൽഹിജ്ജ 9-ന്റെ സുബ്ഹി ഈ 5 നിസ്കാരങ്ങൾ മിനയിൽ വെച്ചുകൊണ്ടാണ് നാം നിർവഹിക്കേണ്ടത്. അങ്ങനെ മിനയിൽ വെച്ചുകൊണ്ട് ഈ 5 നിസ്കാരം നിർവഹിച്ച് ദുൽഹിജ്ജ 9-ന്റെ രാത്രിയിൽ നാം മിനയിൽ തങ്ങുന്നു. പിറ്റേ ദിവസം ദുൽഹിജ്ജ 9-ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന് ശേഷം നാം ഇനി അറഫയിലേക്ക് പോവുകയാണ്. അൽ ഹജ്ജു അറഫ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫർളാണ് അറഫ മൈതാനിയിൽ നിൽക്കുക എന്നത്. ലക്ഷക്കണക്കിന് ഹാജിമാർ മിനയിൽ നിന്ന് അറഫ മൈതാനിയിലേക്ക് പോവുകയാണ്. വാഹനത്തിൽ പോകുന്നവരുണ്ട്, കാൽനടയായി അറഫയിലേക്ക് പോകുന്നവരുണ്ട്. തൽബിയത്ത് ചൊല്ലി അങ്ങനെ അറഫ മൈതാനം ലക്ഷ്യമാക്കി ദുൽഹിജ്ജ 9-ന്റെ ളുഹറിന് മുമ്പായി നാം അറഫയിലെത്തുകയാണ്.